നമ്മുടെ ഈ രാജ്യത്തെ നിയമങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ അതിന്റെ ഉറപ്പ് കൂട്ടുന്നുണ്ട്. ഞെക്കി വിളിക്കുന്ന ഒരു സാധനം ഇയാളുടെ പോക്കറ്റിലും കിടക്കുന്നുണ്ടാവുമല്ലോ, മൊബൈൽ ഫോൺ. വാങ്ങുന്നത് ഏത് കമ്പനിയുടെ ഫോണാണെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റിൽ W എന്നൊരു അക്ഷരം ഞെക്കിക്കൊടുത്താൽ വിമൻസ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു നമ്പർ വരും. 1091. ഡീഫോൾട്ട് സെറ്റിംഗാ. ആ നമ്പറിൽ ഒരു പെണ്ണിന്റെ കൈവിരൽ അറിയാതെയാണെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ പാഞ്ഞു വരും പോലീസും പത്രക്കാരും ഒക്കെ. പെണ്ണ് പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പിന്നെ നിങ്ങൾ ആണുങ്ങളുടെ ബാധ്യതയാണ്. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. താലിക്കായി ഒരിക്കൽ തല കുനിച്ചു കൊടുത്ത പെണ്ണിനെ മുതുകു നോക്കി ഇടിച്ച് കൈക്കരുത്ത് തെളിയിക്കുന്ന ഒരുത്തരെ ഒതുക്കാൻ ഈ സുഷമയ്ക്ക് നീതിന്യായത്തിന്റെ ചുറ്റുവട്ടങ്ങളൊന്നും ആവശ്യമില്ല. നിന്നെ ഞാൻ തല്ലാത്തതേ വേണുഗോപാ, നിന്റെ ഭാര്യയും മോളും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം. കാരണം ഭർത്താവ് എത്ര വൃത്തികെട്ടവനാണെങ്കിലും അയാളെ ഒരാൾ കൈവയ്ക്കുന്നത് ഒരു പെണ്ണും സഹിക്കില്ല. അതൊക്കെ തന്നെയാ അരവിന്ദാക്ഷ പെണ്ണിന്റെ മഹത്വം. ഒരു പുരുഷായുസ് മുഴുവൻ കൂടെ ഒരു പെണ്ണ് ജീവിച്ചാലും നിങ്ങളൊന്നും തിരിച്ചറിയാത്ത മഹത്വം. ഇതുവരെ നടന്നതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷേ ഇനി ഇവളുടെയോ കുഞ്ഞിന്റെയോ ദേഹത്ത് ഒരു തരി മണ്ണു വീണെന്നറിഞ്ഞാൽ പിന്നെ നീ പുറം ലോകം കാണില്ല. അതിനെ പോലീസ് യൂണിഫോമിന്റെ പിൻബലമൊന്നും വേണ്ട. ഈ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചാൽ മാത്രം മതി. അമ്മയൊരു പാവാന്ന് എനിക്കറിയാം. പക്ഷേ ഈ അമ്മയ്ക്കും ഉണ്ട് ഒരു കുഴപ്പം. ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? മോന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും സൺഡേ ആണെങ്കിലും ഇത്തിരി അഡീഷണൽ എനർജി കൂടി കൊടുക്കണം. വേറൊന്നുമല്ല, കൊള്ളരുതാഴിക കാണിക്കുമ്പോ കുഞ്ഞുനാള് മുതലേ നല്ല ചൂരലിന്റെ കഷായം. അന്നത് വേണ്ടതുപോലെ കൊടുത്തിരുന്നെങ്കിൽ അമ്മ ഇന്നിങ്ങനെ മെഴുകുതിരി പോലെ നിന്ന് ഉരുകേണ്ടി വരില്ലായിരുന്നു. അംബികയും കുഞ്ഞും അകത്തേക്ക് കയറിപ്പോക്കും. സുഷമ പ്രകാശ് ജീവനോടെ ഇരിക്കുമ്പോ നിങ്ങളെ ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യില്ല. ഇത് അരവിന്ദാക്ഷ ഞാൻ പറഞ്ഞ ഇന്റർവെൽ പഞ്ച്. അല്ല, ഞാനെന്തോ മറന്നല്ലോ. അതന്നെ, നമ്മൾ തമ്മിൽ ഇത്രയും ബന്ധങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഈ വീടിന്റെ അടുക്കളയൊന്നും കാണാതെ പോകുന്നത് മോശമല്ലേ? പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ചുണ്ണിലണിഞ്ഞവളെ. ദേവയാനി ചേച്ചിക്ക് എന്താ ഇത്ര ഉല്ലാസം? ആരാ മനസ്സിലായില്ലല്ലോ? ഓ, ഞാനതങ്ങ് മറന്നു. ഇത് ദേവയാനിയുടെ സാമ്രാജ്യമാണല്ലോ. അനുവാദം കൂടാതെ അകത്ത് കിടന്നാൽ ശിക്ഷിക്കപ്പെടും അല്ലേ? നിന്ന് വാചകം അടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു പോകച്ചേ, എനിക്ക് വേറെ പണിയുള്ളതാ. എന്നെ അറിയില്ലെങ്കിലും ദേവയാനി ഒരു പക്ഷേ ഇവരെ അറിയുമായിരിക്കും. ഓ, ഈ സാധനത്തിന്റെ വക്കാലത്തും കൊണ്ട് വന്നതാ കൊച്ച. ആണെങ്കിലേ തൽക്കാലം അങ്ങ് പോയാട്ട്.
കണ്ടിട്ടാകാണ്ട് നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നുന്നു. വെറുതെ ദേവയാനിയെ കൊണ്ട് വാതറപ്പിക്കാൻ നിക്കല്ലേ. പിന്നെ 7 പുഴയെ കുളിച്ചാലും പോവില്ല അതിന്റെ നാറ്റം. സുഷമയ്ക്ക് വാ തുറന്നല്ല കൈവച്ച ശീലം. വച്ചുപോയാ പിന്നെ തിരിച്ചിങ്ങോട്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യും. അത് പറയാൻ നിങ്ങളാരാ? ഒരു കുഞ്ഞു CI, പേര് സുഷമ പ്രകാശ്. എന്റെ പൊന്നു സാറേ, എന്നെ രക്ഷിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറിനെ ആരാണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാ. അധികാരവും പണമൊക്കെ ഉണ്ടെങ്കിൽ ഏത് കൈയും നമുക്ക് മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കും ദേവയാനി. പക്ഷേ അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് മുകളിൽ വേറെയും ആളുകളുണ്ടെന്ന്. അതിനെല്ലാം മുകളിൽ സർവശക്തനായ മറ്റൊരാളും. എല്ലാ കൈകളും കൂപ്പിപ്പോകുന്നത് അവിടെയാ. അതുകൊണ്ട് കൂപ്പിയ കയ്യിൽ തുപ്പരുത്. ഈ പാവം പിടിച്ച പെണ്ണിന്റെയും കൊച്ചിന്റെയും കാര്യത്തിൽ ദേവയാനി ചെയ്തതോ അതാ. ഞാൻ എന്ത് വേണോന്ന് ഇവിടുന്ന് പറഞ്ഞാ മതി. അതൊന്നും വേണ്ട. ദേവയാനി കാര്യങ്ങളൊക്കെ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരുന്നു. അതാരാ? ഇവിടുത്തെ കൊച്ചമ്മ സാവിത്രി ചേച്ചി. അപ്പോ മറ്റേതോ? അംബിക. ശരിക്ക് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. വേണുമോന്റെ ഭാര്യ, ഇവിടുത്തെ കൊച്ചമ്മ. കണ്ടോ കണ്ടോ, ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ എത്ര എളുപ്പത്തിൽ പിടികിട്ടി. ഇനി ഇതില് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അയ്യോ ഇല്ല ഇല്ല. കട്ടുറുമ്പിനെ പേടിപ്പിക്കാൻ ആറ്റം ബോംബൊന്നും പൊട്ടിക്കണ്ടെന്ന് എനിക്കറിയാം. കാര്യം കട്ടുറുമ്പാണെങ്കിലും കടിച്ചു കഴിഞ്ഞ ഒരു നീറ്റല. അതുകൊണ്ടാ നമുക്കിപ്പോ ഇവിടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് കൂടേണ്ടി വന്നത്. ഇനി ഇങ്ങനെ ഒരു അവസരം ദേവയാനിയായിട്ടുണ്ടാക്കരുതേ. ഉണ്ടാക്കിയാൽ ഉണ്ടാക്കില്ല. എന്നെ പിടിച്ചിട്ട് എല്ലിടോ ചേച്ചി? ചിലപ്പോ ഇടുവായിരിക്കും ദേവേനി. അയ്യോ, നിനക്കത് സംഭവിച്ചാലും ഞാൻ ഒന്നും പറയില്ല. അതെന്താ ചേച്ചി? അങ്ങനെയല്ലേ നീ ആ പെങ്കൊച്ചിനോടും കൊച്ചിനോടും പെരുമാറിയത്? എന്റെ ഈശ്വര, രക്ഷിക്കണേ ഭഗവാനെ. അവള് പോയോടാ? പോയി. എനിക്കിപ്പോഴും ആ പെരുപ്പങ്ങോട്ട് പോയിട്ടില്ല. പേടിച്ചിട്ടോ? അതിന് നിന്റെ അച്ഛൻ വേറെ ജനിക്കണം. അവള് കത്തിക്കേറി വന്നപ്പോ അച്ഛനും 4 ഡയലോഗ് അങ്ങോട്ട് കീറാൻ മേലായിരുന്നു. ഡയലോഗിലല്ലടാ, എനിക്ക് പ്രവർത്തിയില്ല വിശ്വാസം. ഒടുക്കം ഫ്ലോപ്പ് ആവാതിരുന്നാ മതി. അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം പൊളിഞ്ഞില്ലേ അച്ഛാ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അതൊന്നുമില്ലടാ, വെടിക്കെട്ട് വരയിലെ പട്ടിയെ പേടിപ്പിക്കാനാ അവളിപ്പോ ഉടുക്കുമായിട്ട് വന്നത്. എന്നാലും നമ്മളിത്തിരി പേടിക്കണോ അച്ഛാ? പേടിക്കല്ല വേണ്ടത്, പേടി അഭിനയിക്കണം. എന്ന് വെച്ചാ? എടാ, കാട്ടിൽ കൂടെ നടക്കുന്ന കടുവ പെട്ടെന്ന് 2 അടി പുറകോട്ട് വെക്കുമ്പോ കണ്ടു നിൽക്കുന്ന ഉണ്ണാക്കന്മാര് കരുതും അത് പേടിച്ചിട്ടാണെന്ന്. എന്നാൽ 2-3 സെക്കൻഡ് കഴിയുമ്പോ ഒരു മാനോ മുയലോ അതിന്റെ വായിലിരിക്കും. ഏറെ പിടിക്കാൻ ഒന്ന് പതുങ്ങണപ്പെടാ. അതിനു വേണ്ടിട്ടാ 2 അടി പിന്നോട്ട് പോയത്. നമ്മള് അത്രയും ചെയ്താ മതി. മനസ്സിലായച്ച? അതെ, വേണ്ടാത്ത കാര്യത്തിലൊന്നും നിൽക്കരുത്. അച്ഛനും മോനും ഇന്നുവരെ കണ്ടതുപോലെ അല്ല ആ സ്ത്രീ. പിന്നെ പിണ്ണാക്ക്. ഓ, ഇനി ഇവളോട് ഇങ്ങനൊക്കെ പറയാവോ? പറഞ്ഞു വരുമ്പോ ഇവളൊരു വനിതയല്ലയോ? ഇവള് വിളിച്ചാലും വരില്ലേ കമ്മീഷനും പോലീസും ഒക്കെ? പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ദുർവിധി വരുത്തില്ലായിരുന്നു. അത്ര തന്നെ.
ഒന്നും പറയണ്ട അച്ഛാ. ഇപ്പോ നമ്മുടെ സമയം അത്ര ശരിയല്ല. ആ അത് ഒരു കണക്കിന് ശരിയാടാ. അയ്യോ എന്റെ പൊന്ന് സാറേ രക്ഷിക്കണേ. വരുന്നു അടുത്ത മാരണോ. സാറ് പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. അവസാനം ഞാൻ അകത്താകല്ലേ സാറേ. ഇതിനെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചു വിട്ടത്? പിടിച്ചോണ്ട് പോയി കെട്ടടാ ഇവിടെ. അച്ഛാ പറഞ്ഞു വരുമ്പോ ഇതും പെണ്ണാ. ഓ പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാം. സാറേ വേണു മോനെ, എന്നെ രക്ഷിക്കണം മോനെ. മോനെ അയ്യോ എന്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഹരി, ഇതെന്താ അവിടെ ചെയ്യുന്നത്? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഗൗരി, പേഴ്സണൽ മാറ്റേഴ്സ് അറ്റൻഡ് ചെയ്യാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചൊക്കെ പേഴ്സണൽ മാറ്റേഴ്സും അറ്റൻഡ് ചെയ്യണം ഹരി, അല്ലെങ്കിൽ വീട്ടിൽ നായ്ക്കൾ കയറി നിരങ്ങും. ഗൗരി, ഞാൻ ഫോൺ വെക്കാം. ഈ ഇൻസൾട്ട് ഞാൻ ആ വീട്ടിനുള്ളിൽ സഹിച്ചാ പോരെ? ഓഫീസിലും നീ എനിക്ക് മനസ്സമാനം തരില്ലേ? അങ്ങനെയാണെങ്കിൽ ഹരി ഫോൺ വെച്ചോളൂ. ഈ ഇഷ്യൂ പരിഹരിക്കാൻ എനിക്കൊരു ജില്ലാ പോലീസ് മേധാവിയുടെ സഹായവും വേണ്ട. പിന്നീട് ഞാനായിട്ട് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചെന്ന് പറയരുത്. ഗൗരി, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയ. ഹരിയുടെ ഒരു സബോർഡിനേറ്റ് ഇന്നിവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന അംബികയെയും കുഞ്ഞിനെയും അവള് കൂട്ടിക്കൊണ്ടുപോയി. ആര് വന്നു? വേറെ ആര്? ആ സുഷമ തന്നെ. അവൾ അവരെ എങ്ങോട്ട് കൊണ്ടുപോയെന്നാ പറയുന്നത്? വേണുഗോപന്റെ വീട്ടിലേക്ക് തന്നെ. അവൾക്ക് അവിടെ എന്ത് സെക്യൂരിറ്റി കൊടുക്കാൻ കഴിയും നിങ്ങളുടെ ആ സിഐക്ക്? എന്ത് പറഞ്ഞാ സുഷമ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്? നാണമില്ലേ ഹരി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഐ ഫീൽ പിറ്റി ഓൺ യു. SP യുടെ വീട്ടിൽ നിന്ന് വെറും ഒരു CI ഹുങ്ക കാട്ടി രണ്ടുപേരെയും ബലമായി പിടിച്ചുകൊണ്ട് പോയത്. ഞാൻ അന്വേഷിക്കാം. എന്തെങ്കിലും കാര്യം വിളിച്ചു പറയുമ്പോ ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നിൽ ഉപയോഗിക്കുന്ന പതിവ് വാചകം തന്നെ എന്റെ അടുത്ത് ഉപയോഗിക്കരുത് ഹരി. സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഹരിക്ക് അറിയില്ല. സ്വന്തം സബോർഡിനേറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഹരിക്ക് അറിയില്ല എന്ന് വന്നാൽ ഐ റിപ്പീറ്റ് ഇറ്റ് ഹരി, ഐ ഫീൽ പിറ്റി ഓൺ യു. സർ, ഈ പോലീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ സുഷമയ്ക്ക്? പൊളൈറ്റ്നസ്, ലോയൽറ്റി, അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉരുവിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ സുഷമയും ട്രെയിനിങ് കോളേജിൽ. ആൻസർ മീ. യെസ് സർ. വെറുതെ ചില വാക്കുകൾ ഉരുവിട്ട് പഠിച്ചാൽ പോരാ, അതിന്റെ അർത്ഥം കൂടി അറിയണം. മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് അല്ല ഈ പോലീസ് യൂണിഫോം. പബ്ലിക്കിനോടും മര്യാദയോടും ആദരവോടും കൂടി പെരുമാറണമെന്ന് പറഞ്ഞുള്ള പോലീസ് മേധാവിമാരുടെ സർക്കുലറുകളുടെ തൂക്കമെടുത്താൽ അത് കിലോ കണക്കിന് വരും. പോലീസ് സ്റ്റേഷനുകളുടെ സ്റ്റോർ റൂമിലേക്ക് തള്ളുന്നല്ലാതെ അതിന്റെ ഉള്ളടക്കം ആരും ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല. ബ്രിട്ടീഷുകാരന്റെ കാലത്തുള്ള 5 രൂപ പോലീസിന്റെ മട്ടും ഭാവവും മാറാൻ പാടില്ലെന്ന് ഫോഴ്സിനുള്ളിൽ ചിലർക്ക് തന്നെയാ വാശി. സുഷമയെ പോലെ ചിലർക്ക്. കുറെ കാലമായി സുഷമ പ്രകാശ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ മേല. ഞാൻ അതിന് സുഷമയുടെ എന്ത് അപരാധം ചെയ്തതെന്ന് കൂടി പറഞ്ഞു തരണം. ജില്ലാ പോലീസ് മേധാവിയുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന മര്യാദ ഇതാണെങ്കിൽ ഇന്നാട്ടിലെ ഒരു സാധാരണ പൗരനോട് എങ്ങനെയായിരിക്കും സുഷമ പെരുമാറുക? ഭാര്യ വിളിച്ചിട്ട് ഇന്ന് എന്നോട് പറഞ്ഞ എന്താണെന്ന് സുഷമയ്ക്ക് അറിയാവോ? ഐ പിറ്റി ഓൺ യു എന്ന്. അതില് തെറ്റു പറയില്ല ഹരിശങ്കർ. ഏബിളും എഫിഷ്യന്റുമാണെന്ന വിശ്വാസത്തിൽ ഒരു സബോർഡിനേറ്റിനെ കയറൂരി വിട്ടത് എന്റെ തെറ്റാ. യെസ്, ഐ പിറ്റി മൈസെൽഫ്. സർ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. ഇനഫ്.
ഒരു വാക്കുകൊണ്ടൊരു ഹൃദയം മുറിക്കാം, ഒരു വാചകം കൊണ്ടൊരു കുടുംബം തകർക്കാം. പക്ഷേ കൂട്ടിവെക്കാൻ ബുദ്ധിമുട്ടാണ് സുഷമ, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കുടുംബമില്ലാത്ത സുഷമ പ്രകാശിന് അതിന്റെ വില അറിയില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ കാത്തിരിക്കാൻ ഒരാൾ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു കുരുന്ന്. അതൊക്കെ എത്ര വലിയ പോലീസ് മെഡലിനേക്കാളും ഉയരത്തിലാണ് സുഷമ. സുഷമയ്ക്ക് പോവാം. ഇനിയും ഇവിടെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാൽ ഞാൻ പരിധി വിട്ടെന്തെങ്കിലും പറഞ്ഞു പോകും. പ്ലീസ് ക്ലിയർ ഔട്ട്. സർ, സാർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ടാ വീട്ടിൽ വന്നൊന്ന് കാണാമെന്ന് കരുതിയത്. സുഷമയ്ക്ക് വീടോ? അങ്ങനെയൊന്നില്ലല്ലോ തമ്പി. കുറെ ഇഷ്ടികകളും സിമന്റും കൂടി വെച്ചാൽ കുടുംബം ആവില്ല. അതൊരു സ്കെൽട്ടൻ മാത്രം. അതിനുള്ളിലേക്ക് പ്രാണൻ വന്ന് നിറയണമെങ്കിൽ ഒരു കുടുംബം വേണം. ഇന്ന് ഹരിസാറ് തന്നെ പറഞ്ഞതുപോലെ രാത്രി വൈകി വീട്ടിലെത്തുമ്പോ കാത്തിരിക്കാൻ ഒരാൾ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു പൈതലിന്റെ പുഞ്ചിരി. ഇത്രയെങ്കിലുമൊക്കെ മിനിമം ഗ്യാരണ്ടി വേണം തമ്പി, ജീവനുള്ള ഒരു വീടിന്. സാറത് വിട്ടുകളെ. ഹരിസാർ അപ്പോഴത്തെ മാനസികാവസ്ഥയെ പറഞ്ഞു പോയതാ. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല തമ്പി. ഒരു പരിധി വരെ അത് ശരിയോ? തമ്പിക്കറിയോ ഈ ഫോട്ടോ ആരുടേതാണെന്ന്? എന്റെ കഴുത്തിൽ താലി വെച്ച ആളുടെ ചിത്രം അത്. പ്രകാശ് രാജ് IPS. മുംബൈ അധോലോകത്തെ അടിച്ചൊതുക്കിയ ആന്റി ഗുണ്ട സ്ക്വാഡിന്റെ മേധാവിയായ മറാഠി ഓഫീസർ. നട്ടുച്ചയ്ക്ക് പോലും പകൽ വെളിച്ചമെത്താത്ത മുംബൈയിലെ ഇരുണ്ട ഗല്ലികളിൽ തല്ലിപ്പരത്തുന്ന നാടൻ തോക്കുകൾ മുതൽ ഫോറിൻ മെയ്ഡ് പിസ്റ്റളുകൾ വരെ വിളയാടുന്ന തെരുവുകളിൽ ജീവൻ പണയം വെച്ചുള്ള പോരാട്ടത്തിനിറങ്ങിയ നട്ടല്ലുറപ്പുള്ള ഓഫീസറോട് ഹയർ സ്റ്റഡീസിനെത്തിയ മലയാളി പെൺകുട്ടിക്ക് പ്രണയം 1000 വട്ടം വിലക്കി അദ്ദേഹം. പക്ഷേ വിധി മറിച്ചായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നായിരുന്നു ആ വിവാഹം. ചോരത്തിളപ്പിന്റെ ആവേശത്തിന് ആയുസ് 6 മാസം. ഇരട്ട ചെങ്കുള്ളവനെന്ന് വിശേഷിപ്പിച്ചു കിട്ടിയ ഗുഡ് സർവീസ് എൻട്രി സർക്കാർ പോലും മറക്കാൻ വേണ്ടി വന്നത് ഒരു ബുള്ളറ്റിന്റെ അകലം. ഈ കാക്കിക്കുപ്പായത്തോട് എന്നിട്ടും വെറുപ്പ് തോന്നിയിട്ടില്ല സുഷമയ്ക്ക്. സുഷമ പിന്നീട് പ്രണയിച്ചത് ആ കാക്കിക്കുപ്പായത്തെയാ. പ്രൊഫഷനായിരുന്നു സുഷമയുടെ കുടുംബം. മറ്റവർക്ക് നീതി എത്തിക്കുമ്പോ ആ മുഖങ്ങളിൽ തെളിയുന്ന പുഞ്ചിരികളെയാ സുഷമ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്. പോട്ടെ തമ്പി, സുഷമയുടെ ഈ മുഖം ആരും കാണണ്ട. അത് ചാരം മൂടിയ ഒരു കനലായിട്ട് അങ്ങനെ കിടന്നോട്ടെ. സുഷമ കരയാൻ പാടില്ല. ഈ പുസ്തകത്തിലെ അവസാന വരി എഴുതുന്നത് വരെ ആ അധ്യായം അടഞ്ഞു തന്നെ കിടക്കട്ടെ.
മാനസ, എന്താ വിളിച്ചത്? നിന്നോടൊന്ന് സംസാരിക്കാൻ. പറഞ്ഞോളൂ മാനസ. നീ എന്താ ഇങ്ങനെ ഇൻഡിഫറൻ്റായി? ഇൻഡിഫറന്റോ? മാനസയ്ക്ക് തോന്നുകയോ? മുൻപൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മൈനെ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ എന്തെല്ലാം. മുമ്പത്തേതുപോലെ അല്ലല്ലോ മാനസ ഇപ്പോ. നമ്മൾ കുറച്ചെങ്കിലും അകലേണ്ട സമയമായിരിക്കുന്നു. നാളെ മാനസയുടെ വിവാഹമാണ്. അതുകൊണ്ട് എന്താ മൈനെ? സിദ്ധാർത്ഥൻ നിനക്കും അറിയാത്ത ആളല്ലല്ലോ. അത് സമ്മതിച്ചു മാനസ. പക്ഷേ കുറച്ചൊരകലം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ബന്ധങ്ങളുടെയും ഭദ്രതയ്ക്ക് നല്ലത്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ മാനസ. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാം മൈന. എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട് മാനസ. മഞ്ഞത്ത് നിന്നാ കൂടും.